ആപ്കി അദാലത്തിൽ BSP നേതാവായ മായാവതിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ ഒറ്റപ്പെട്ട ബന്ധങ്ങൾക്ക് മതിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. മായാവതി മാഡം, സോണിയാഗാന്ധി താങ്കളുടെ നേരെ സൗഹൃദത്തിന്റെ കൈകൾ നീട്ടി താങ്കളുടെ ബർത്ത്ഡേ കേക്ക് കഴിച്ചു, താങ്കളെ ഡിന്നറിന് ക്ഷണിച്ചു. പക്ഷെ താങ്കൾ അവരുടെ സൗഹൃദം സ്വീകരിക്കാതെ കൈ തട്ടിവിട്ടല്ലോ. എനിക്ക് എല്ലാവരോടും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഈ ബന്ധങ്ങളുടെ കൂടെ ബഹുജന സമൂഹത്തിന്റെ നന്മ എന്താണെന്നും കൂടി എനിക്ക് നോക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമൂഹത്തിന്റെ നന്മയില്ലാത്ത സ്ഥലങ്ങളിൽ എനിക്കൊരു ബന്ധം സൂക്ഷിക്കാൻ പറ്റില്ല. അതായത് ഞാൻ ബന്ധങ്ങളെക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ബഹുജന സമൂഹത്തിന്റെ നന്മ. മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടക്കുന്നു. താങ്കൾ ഒറ്റയ്ക്ക് താങ്കളുടെ കാൻഡിഡേറ്റിനെ നിർത്തുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസിന്റെ കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ മത്സരാർത്ഥികൾ എത്ര പേരുണ്ടോ അവിടെ BJPക്ക് ശിവസേനയ്ക്കും ആയിരിക്കും പ്രയോജനമെന്ന്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭ ഇലക്ഷന്റെ കാര്യം തന്നെ നോക്കൂ. അതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവലം 80 സീറ്റുകളിൽ 10 സീറ്റേ കിട്ടിയുള്ളൂ. 10 MPമാരെ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് 9 പേരെ തെരഞ്ഞെടുത്തു. അപ്പൊ BJPയും കോൺഗ്രസും കൂടെ ചേർന്ന് 19 പേരെ തെരഞ്ഞെടുത്തു. പക്ഷെ ബഹുജൻ സമാജ് പാർട്ടിക്ക് തനിയെ മത്സരിച്ചിട്ട് തന്നെ 19 സീറ്റ് കിട്ടി. കോൺഗ്രസിന് നഷ്ടം ഉണ്ടാവുന്നു, BJPക്ക് ലാഭം ഉണ്ടാവുന്നു. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യമേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുജൻ സമാജ് പാർട്ടിക്ക് എന്താണ് പ്രയോജനം? താങ്കൾ BJPയെയും പകരം വിടണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ അങ്ങനെ BJPയുടെ കാര്യത്തില് ഞാൻ എന്താ പറയാൻ വരുന്നെന്ന് വെച്ചാ അത് ഞാൻ പറയുന്ന അത് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. വളരെ രസകരമായ ഉത്തരം പറയാൻ കേൾക്കുന്ന BJPയോട് ഞാൻ പ്രതികാരം വീട്ടി. അതായത് ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 25-ാം തീയതി മുഖ്യമന്ത്രി പദവിന്ന് രാജിവെച്ചതിന് ശേഷം BJP പ്രതികാരം വീട്ടണം എന്നുള്ള ലക്ഷ്യത്തോടെ വന്ന് സർക്കാരിന്റെ മെഷീനറിയെ തന്നെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് CBIയെ ദുരുപയോഗപ്പെടുത്തി ജുഡീഷ്യറി യൂസ് ചെയ്ത് താജ് പ്രകരൺ വിഷയത്തിൽ എന്നെ കള്ളക്കേസിൽ കുടുക്കി. അങ്ങനെ ഉത്തർപ്രദേശ് മാത്രമല്ല നാട് മുഴുവൻ ബഹുജൻ സമാജ്വാദി ആൾക്കാര് ചേർന്നൊരു തീരുമാനം എടുത്തു. ഇങ്ങനെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ ഞങ്ങള് ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ സമ്മതിക്കില്ല എന്ന്. അതായത് പറയുന്നത് ചെയ്യുമെന്ന് BSP ചെയ്തല്ലോ. സർക്കാരിനെ പുറത്താക്കിയില്ലേ? അതെ, സ്റ്റേറ്റ് തന്നെ പുറത്താക്കിയതല്ല, ഞാൻ തന്നെ രാജിവെച്ചതാണ്. BJP അല്ല എന്നെ മാറ്റിയത്. അല്ല, BJP അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ തന്നെയാണ് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ഇൻട്രസ്റ്റ് മുൻനിർത്തി സ്വന്തമായിട്ട് ആ പദവിന്ന് രാജിവെച്ചത്. അവരല്ല എന്നെ മാറ്റിയത്. പക്ഷെ അവരെന്താണ് ചെയ്തത്? അവര് ചെയ്ത തെറ്റുകൾക്ക് പ്രതികാരം ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്തതിന് ഞങ്ങൾ അവരെ സെൻട്രലിൽ പോലും കയറാൻ പറ്റാത്ത രീതിയിൽ. പക്ഷേ മായാവതി മാഡം, താങ്കളാണ് അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അടൽ ബിഹാരി വാജ്പേയിയെ പറ്റി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകളാണെന്ന്. താജ് പ്രകരൺ വിഷയത്തിൽ പോലും ഞാൻ ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് താങ്കൾ എന്നെ സ്വന്തം മകളായിട്ടാണ് കരുതുന്നതെങ്കിൽ ഈ വിഷയം ഒരു കാരണമായിട്ട് കാണിച്ച് എന്നെയും എന്റെ ആൾക്കാരെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇനി ഒരു മകളും കൂടി ഉണ്ടല്ലോ, അവരെ ഒന്ന് അന്വേഷിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സ്വന്തം മകൾക്ക് എത്രമാത്രം സ്വത്തുണ്ടെന്നും മറ്റ് ബന്ധുക്കളുടെ കാര്യം കൂടെ അന്വേഷിക്കണം കേട്ടോ. എന്റെ നോക്കാമല്ലോ, അപ്പോഴല്ലേ പാലിന്റെ നിറം ഏതാണ് വെള്ളത്തിന്റെ നിറം ഏതെന്ന് മനസ്സിലാവുള്ളൂ. മകളെന്ന് പറഞ്ഞ വ്യക്തിയെ പോലും താങ്കൾ വെറുതെ വിട്ടില്ല. അദ്ദേഹം ശരിക്കും ഒരു അച്ഛന്റെ കടമ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ശരിക്കും അത് നിറവേറ്റിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ ആ കാര്യത്തിൽ അങ്ങനെ പെരുമാറുമായിരുന്നില്ല. അദ്ദേഹം എന്നോട് എന്താണോ ചെയ്തത് ഞാൻ താങ്കൾ എഴുതിയ കത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്ക് അയച്ചു. ആ ലെറ്ററിൽ താങ്കൾ എന്താ എഴുതിയതെന്ന് വെച്ചാൽ BJPയിൽ 2 ഗ്രൂപ്പുകളുണ്ട്, ഒരു ഗ്രൂപ്പ് സർക്കാർ തുടരാൻ ആഗ്രഹിച്ചു എന്നും എഴുതിയിരുന്നു. BJPക്കുള്ളില് 2 ലോബി ഉണ്ടെന്ന് ആർക്കാണ് അറിയാത്തത്? ഒന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ ലോബി, മറ്റൊന്ന് LK അദ്വാനിയുടെ ലോബി. പക്ഷേ ഈ ലോബിയിൽ താങ്കൾക്ക് സപ്പോർട്ടായിട്ട് ആരാണ്, ഇല്ലാതെ ആരാണ് ഇരിക്കുന്നത്? അതിപ്പോ ആ 2 ലോബിയും ഞാൻ അവരുടെ കൂടെ ചേരണമെന്ന് ആഗ്രഹിച്ചവരാണ്. ഓ, അങ്ങനെയാണോ? പക്ഷെ ഞാൻ ആരോടും അടുക്കാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് ഒരു ലോബിയിലും ചേരാൻ പോകുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ഇവളെ 5 വർഷം മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ വിട്ടാൽ നമ്മൾ വിചാരിച്ച പോലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി കാണും. അപ്പൊ അവർക്ക് തോന്നിക്കാണും മായാവതിയെ വെച്ച് ഓൾ ഇന്ത്യ ലെവലില് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. വ്യക്തതയോട് താങ്കളോട് പറഞ്ഞോ ഒന്നുകിൽ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളാൻ? അല്ല, 2 ഭാഗത്തുനിന്നും എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു. ഒരു വശത്ത് അടൽ ബിഹാരി വാജ്പേയി വിചാരിച്ചത് ഇവള് ഞങ്ങളുടെ ലോബിയിൽ വേണമെന്നാണ്. അതേപോലെ LK അദ്വാനി വിചാരിച്ചു അവരുടെ ലോബിയിൽ ഞാൻ ഉണ്ടാവണം എന്ന്. ഞാൻ എന്തിനാ അങ്ങനെ ഒരു ലോബിയിൽ പോകുന്നത്? ബഹുജൻ സമാജ്വാദി പാർട്ടി ഒരു ഇൻഡിപെൻഡന്റ് പാർട്ടിയാണ്, നാഷണൽ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രത്യേക മര്യാദയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾ എന്തിനാണ് അവരുടെ വലയ്ക്കകത്ത് പോയി വീഴുന്നത്?
ഉള്ള ലോബിയൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ തന്നെ 2 ലോബി ഉണ്ടല്ലോ. നാളെ 5 6 ആയി മാറിയാലും ഞങ്ങളുടെ പാർട്ടിക്ക് അതൊക്കെ ലാഭമല്ലേ? എത്രത്തോളം ലോബികൾ ഉണ്ടായി വരുന്നോ, എത്രത്തോളം ഗ്രൂപ്പിസം അവിടെ ഉണ്ടാകുന്നോ, അത്രമാത്രം അവിടെ അടിയുണ്ടാവും. അതിന്റെ ലാഭം മുഴുവൻ ഞങ്ങൾക്കല്ലേ. അവർക്ക് ഇനിയും ലോബി ഉണ്ടായിക്കോട്ടെ, സന്തോഷമേ ഉള്ളൂ. മായാവതി മാഡം, ഇതുപോലത്തെ ലോബിയും വഴക്കും എല്ലാം BSPയിൽ നടക്കുന്നില്ലേ? ധാരാളം നേതാക്കന്മാരുണ്ട്. ഉദാഹരണത്തിന് ബുൾസിംഗ് ബരയ്യ, മധ്യപ്രദേശിൽ പാർട്ടി നടത്തിയ ആൾ, അദ്ദേഹവും പാർട്ടിയെ വിട്ടിട്ട് പോയി. നിങ്ങളിപ്പോ ആരെക്കുറിച്ചായി പറയുന്നത്? BSPയെ വിട്ട് പോയ ആരൊക്കെ ഉണ്ടെങ്കിലും ബഹുജന സമൂഹം അവരുടെ കൂടെ പോയിട്ടില്ല. മായാവതി മാഡം, മറ്റു ചിലരും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഞാൻ വരയെ പറ്റി പറഞ്ഞതുപോലെ. അതുപോലെ റാഷിദ് അൽവി ഉണ്ടായിരുന്നു. താങ്കൾക്കെതിരായിട്ട് CBI റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹം താങ്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നിന്നു. പാർലമെന്റിൽ താങ്കൾക്ക് വേണ്ടി കൂടുതൽ വഴക്കുണ്ടാക്കി. പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്തങ്ങളാണ് നിർവഹിച്ചത്. മായാവതിക്ക് ഇഷ്ടപ്പെട്ടാൽ പാർട്ടിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഇല്ല. ബഹുജന സമൂഹത്തിന് ആവശ്യമുണ്ടായിരുന്നവര് ആരാണോ മായാവതിയെ അല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. പാർട്ടിയിൽ നോക്കുകയാണെങ്കിൽ താങ്കളുടെ കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഒരേ രീതിയിലുള്ള ഭരണമാണ് നടക്കുന്നത്. എന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്റെ കൺട്രോൾ എപ്പോഴും ഒരു ഡിസിപ്ലിനിലാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പാർട്ടിയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട് പാർട്ടിയുടേതായിട്ട്. അതാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ താങ്കൾക്കൊരു ഉദാഹരണം കാണിക്കാം, നോക്കൂ. ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയ പാർട്ടി താങ്കളുടേതാണ്. 5 വർഷത്തിനുള്ളിൽ 6 നേതാക്കന്മാർ മാറിയിരിക്കുന്നു. രാജ് ബഹദൂർ, സോണിലാൽ പട്ടേൽ, പിന്നെ ജംഗ് ബഹാദൂർ പട്ടേൽ, ഭഗവത് പാൽ, ബഹുറാം വർമ്മ, ദയാറാം വർമ്മ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അവരെയൊന്നും ഞാൻ മാറ്റിയതല്ല. അവരായിട്ട് തന്നെ ബഹുജന സമാജ്വാദി പാർട്ടിയെ വിട്ടിട്ട് പോയതാണ്. ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ താങ്കൾ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അവർക്ക് വേറെ പാർട്ടികളിൽ നിന്നും പണവും ലാഭവും ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോ BSPയിൽ ഇതൊന്നും കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി കാണണം. ബഹുജന സമൂഹത്തെ ഞങ്ങൾ ഇങ്ങനെ കരിപ്പിടിപ്പിച്ച് കൊണ്ടുവരുമ്പോ ജനങ്ങൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ നമുക്ക് സമയമെടുക്കും. ഞങ്ങൾ അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കുമ്പോ ചിലര് തെറ്റായ വഴികളിലേക്ക് പോവും. അങ്ങനെ പോകുന്നവരങ്ങ് പൊയ്ക്കോട്ടെ, അതിലിപ്പോ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? മായാവതി മാഡം, തുടക്കകാലത്ത് താങ്കൾ ബോംബ് ഷെഫിനെ കുറിച്ച് സംസാരിച്ചപ്പോ, DS4നെ പറ്റി സംസാരിച്ചപ്പോൾ 2 പേരുണ്ടായിരുന്നു, രാം സമോജ്, പിന്നെ തേജേന്ദ്ര സിംഗ് ജല്ലി. ആ സമയം മുതൽ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളിപ്പോ അവരെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് എന്തിനാണ് പറയുന്നത്? ഇപ്പൊ കാണുന്നില്ലല്ലോ അവരെ. വരാത്ത രീതിയിൽ തന്നെ താങ്കൾ മറച്ചു വെച്ചല്ലോ. അല്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, ഇതിന്റെ അർത്ഥം ബഹുജന സമൂഹത്തിന്റെ തീരുമാനം തെറ്റല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ കൂടെ ആരും പോകാത്തത്. ബഹുജന സമൂഹം മായാവതിയുടെ കൂടെയാണ്. നിങ്ങൾ തന്നെ ഇപ്പൊ ആ വിഷയം സമ്മതിച്ചില്ലേ? ഞാൻ താങ്കളോട് പറയുന്നത് ഇതാണ്, ഇത് കൺഫേം ആണ്. ബഹുജൻ സമാജ്വാദി പാർട്ടിയിൽ മായാവതി ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഉണ്ടാവൂ. അല്ലല്ല, ബഹുജന സമാജ്വാദി പാർട്ടി ഒരിക്കലും വിഡ്ഢികളല്ല. ആരാണ് നല്ലവർ, ആരാണ് തെറ്റായ ആൾക്കാരെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവർക്ക് അറിയാം ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നല്ലതിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് BSP വിട്ടുപോയിട്ടുള്ളവര് മറ്റാരുടെയോ കയ്യിലെ വെറും കളിപ്പാവ മാത്രമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഒരിക്കലും അവരുടെ കൂടെ പോവില്ല. മായാവതി മാഡം, ശരി, ആ കാര്യം വിട്ടേക്ക്. താങ്കൾ ഉണ്ടാക്കിയെടുത്ത ബന്ധത്തെക്കുറിച്ച് പറയാം. ലാൽജി ടണ്ടൻ. ഓരോ വർഷവും താങ്കൾ അദ്ദേഹത്തിന് രാഖി കെട്ടാൻ വേണ്ടി പോവും. അതിനുശേഷം താങ്കൾ പറയുന്നത് രാഖി ടണ്ടൻ അല്ല, അത്യാഗ്രഹിയാണെന്ന്. അത് സഹോദരി സഹോദര ബന്ധം വളരെ പവിത്രമാണ്. അതിന്റെ മറപിടിച്ച് ശ്രീ ലാൽജി ടണ്ടൻ അല്ലെങ്കിൽ മറ്റ് BJP നേതാക്കൾ രാഷ്ട്രീയത്തിൽ കളിക്കാമെന്ന് വിചാരിച്ചാല് അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ വർഷം രാഖി കെട്ടാൻ വേണ്ടി പോകില്ല. ഞാനിപ്പോ ആരുടെയും വീട്ടിലൊന്നും പോയി രാഖി കെട്ടുന്ന പതിവൊന്നുമില്ല. ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് രാഖി കെട്ടാൻ വേണ്ടി വരികയാണെങ്കിൽ ഒരു മനുഷ്യത്വത്തിന്റെ പേരില് ഞാനൊരിക്കലും അവരെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി പുറത്തു വിടാൻ പറ്റില്ലല്ലോ. രാഖി കെട്ടാൻ വേണ്ടി ആരെങ്കിലും വരികയാണെങ്കിൽ വളരെ സ്നേഹത്തോടെ ഞാൻ രാഖി കെട്ടും. നിങ്ങൾ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കെട്ടിത്തരും.